ഹലോ വെൽക്കം ബാക്ക് ടു സെൽഫ് ലേണിംഗ്. ജെസി ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സോ മക്കളെ, ഞാനിന്ന് വന്നിട്ടുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പൊളിറ്റിക്കൽ സയൻസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ചില കേസ് സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളുമായിട്ടാണ്. സോ നിങ്ങൾ ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം മക്കളെ. എന്തൊക്കെയാണ് ഫസ്റ്റ് വൺ? നിങ്ങൾക്ക് ഈ പൊളിറ്റിക്കൽ സയൻസിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ എന്ത് ചെയ്യാം ഒന്ന് പരിചയപ്പെടാം മക്കളെ. നോക്ക്, ഫസ്റ്റ് വൺ നോക്ക്. പൊളിറ്റിക്കൽ പാർട്ടീസ് ആസ് എൻ ആർ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് എ ഡെമോക്രാറ്റിക് സിസ്റ്റം. ദേ കണ്ടസ്റ്റ് elections, present policies and program to the public and form governments. If they win majority support, political parties also play a role of opposition by criticizing the government and suggesting better policies. In this way, they help people to participate in political activities and ensure the proper functioning of a democracy. എന്ന് അവിടെ ഡിസ്ക്രിപ്ഷൻസ് എന്ത് ചെയ്യുന്നു ഇതേപോലെ തന്നെ തരുന്നു. ഇനി മക്കൾ ശ്രദ്ധിക്കുക, ഒരു 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് താഴെ എന്ത് ചെയ്യുന്നുണ്ട് ചോദിക്കുന്നുണ്ട്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what is the main role of political parties? മക്കളെ, പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ മെയിൻ റോൾ എന്താണ് എന്നുള്ളതാണ് ഫസ്റ്റ് വൺ എന്ത് ചെയ്യുന്നത് ചോദിച്ചത്. മെയിൻ റോൾ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ്. സോ മക്കളെ, എന്താണ് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ റോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പൊളിറ്റിക്കൽ പാർട്ടീസ് കണ്ടക്ട് എലക്ഷൻസ് ആൻഡ് പ്രസന്റ് പോളിസീസ് ടു ദ പീപ്പിൾ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇലക്ഷനിൽ മത്സരിക്കുക, അതുപോലെ തന്നെ പോളിസീസ് പ്രസന്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ തന്നെയാണ്, അല്ലെങ്കിൽ ഫംഗ്ഷൻ തന്നെയാണ്. ഇനി നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്ക്. What happened when a party wins majority support in elections? അല്ലേ? അപ്പോൾ നോക്ക് മക്കളെ, what happened a party wins majority support in a election? നോക്ക് മക്കളെ, it form the government അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടീസിന് ഇതേപോലെ തന്നെ മെജോറിറ്റി സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അവരെന്ത് ചെയ്യാണ്, ഒരു ഗവൺമെന്റ് ഫോം ചെയ്യുന്നതാണ് അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക് മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡു പൊളിറ്റിക്കൽ പാർട്ടീസ് ആക്ട് ആസ് ഒപ്പോസിഷൻ അല്ലേ? അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ തന്നെ ഒപ്പോസിഷൻ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് നോക്കാം മക്കളെ. ദേ ക്രിട്ടിസൈസ് ഗവൺമെന്റ് പോളിസീസ് ആൻഡ് സജസ്റ്റ് ഇംപ്രൂവ്മെന്റ്സ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, നിലവിലുള്ള റൂളിംഗ് പാർട്ടിയെ ക്രിട്ടിസൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന ഒപ്പോസിഷൻ പാർട്ടിയുടെ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് എന്തിനു വേണ്ടിയിട്ടാണ്, മാക്സിമം ഇംപ്രൂവ്മെന്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അല്ലേ ഇപ്പോൾ ഇതിനു വേണ്ടി ചെയ്യുന്നത്. റെഡി. ഇനി നെക്സ്റ്റ് വൺ നോക്ക് മക്കളെ, വൈ ആർ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ഡെമോക്രസി അല്ലേ? അപ്പോൾ ഡെമോക്രസിക്കകത്ത് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ദേ ഹെൽപ്പ് പീപ്പിൾ പാർട്ടിസിപ്പേറ്റ് ഇൻ പൊളിറ്റിക്സ് ആൻഡ് എൻഷുർ പ്രോപ്പർ ഫംഗ്ഷനിങ് ഓഫ് ഡെമോക്രസി. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി മക്കളെ, ഈ പറയുന്ന പീപ്പിൾ അല്ലെങ്കിൽ ജനങ്ങളായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ കൃത്യമായിട്ട് ഇതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ഡെമോക്രാറ്റിക് സിസ്റ്റത്തിനകത്തേക്ക് അവരെ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ആക്ച്വലി പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ് അല്ലേ? ഗവൺമെന്റ് മെഷീനറീസിനകത്ത് ഇതുപോലെ തന്നെ കൃത്യമായിട്ട് ഇന്റർവെയിൻ ചെയ്യാൻ വേണ്ടി, ഇടപെടാൻ വേണ്ടിയുള്ള ഒരു സ്പേസ് കൊടുക്കുന്നത് ആക്ച്വലി ആരാണ്? ഇതേപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിക്കോ, ഏറ്റവും മെയിനായിട്ടും ഇതുപോലെ തന്നെ ഡെമോക്രസിയുടെ ഒരു ഫംഗ്ഷനിങ് ഒക്കെ സ്മൂത്ത് ആക്കുന്നത് ആക്ച്വലി എന്താണ്, ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് ആണെന്ന് മനസ്സിലാക്കി കേട്ടോ, ഓർത്ത് വെച്ചോളെ. സോ ഈ രീതിയിലേക്കാണ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക വരിക. നിങ്ങൾ നോക്ക്, ഭയങ്കര ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുക വരിക. അങ്ങനെയാണെങ്കിൽ മക്കളെ, അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഭാഗം കൂടി, ഒരു നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ചെക്ക് ചെയ്യാം. നോക്ക് മക്കളെ, അടുത്ത് നോക്കിയോ, നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു ഡിസ്ക്രിപ്ഷൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് തരുന്നുണ്ട്. നോക്ക്, ഇൻ മെനി ഡെമോക്രാറ്റിക് കൺട്രീസ് ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാർട്ടി സിസ്റ്റം. സം കൺട്രീസ് ഹാവ് വൺ പാർട്ടി സിസ്റ്റം. വേർ ഓൺലി വൺ പാർട്ടി സിസ്റ്റം ഈസ് അലൗഡ് ടു കൺട്രോൾ ദ ഗവൺമെന്റ്. Others have a two-party system where the two majority parties dominate politics. India follow the multi-party system where many political parties compete in election. This gave voters more choices and present different interests in society. അപ്പോൾ നിങ്ങൾ നോക്ക്, ഏറ്റവും വേൾഡിനകത്തുള്ള വൺ പാർട്ടി സിസ്റ്റം, ടു പാർട്ടി സിസ്റ്റം, അതുപോലെ മൾട്ടി പാർട്ടി സിസ്റ്റത്തിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഡിസ്ക്രിപ്ഷൻസ് ആണ് അവിടെ ഓൾറെഡി കൊടുത്തിട്ടുള്ളത്. ഇനി അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും അവിടെ ചോദിക്കുകയാണ് മക്കളെ. വാട്ട് ഈസ് വൺ പാർട്ടി സിസ്റ്റം അല്ലേ? അപ്പോൾ വൺ പാർട്ടി സിസ്റ്റം എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഓർത്ത് വെച്ചോണം. എന്താണ് വൺ പാർട്ടി സിസ്റ്റം? എ സിസ്റ്റം വേർ ഓൺലി വൺ പൊളിറ്റിക്കൽ പാർട്ടി കൺട്രോൾ ദ ഗവൺമെന്റ് അല്ലേ? അപ്പോൾ ഒരു ഗവൺമെന്റിനെ ഏതെങ്കിലും ഒരു വൺ പാർട്ടി കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് വൺ പാർട്ടി സിസ്റ്റം. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ടു പാർട്ടി സിസ്റ്റം? ടു പാർട്ടി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്ക്, a system where ടു മേജർ പാർട്ടീസ് ഡോമിനേറ്റ് ഇലക്ഷൻസ് അല്ലേ? ആ ഇലക്ഷൻസിനകത്ത് ടു മേജർ ഡോമിനേറ്റ്സ് പാർട്ടികൾ ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് അവരാണ് കൺട്രോൾ ചെയ്യുന്നത്, ടു പാർട്ടി സിസ്റ്റമാണ്. അപ്പോൾ വൺ പാർട്ടി സിസ്റ്റത്തിന് എക്സാമ്പിൾ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈന എക്സാമ്പിൾ ആണ്. ചൈന, ക്യൂബ ഒക്കെ വൺ പാർട്ടി സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണെങ്കിൽ, ടു പാർട്ടി സിസ്റ്റത്തിന് എക്സാമ്പിൾ ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചോ, അമേരിക്ക ഒരു എക്സാമ്പിൾ ആണ്. അതേപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഇംഗ്ലണ്ടും എക്സാമ്പിൾ ആണ്. ഓർത്ത് വെച്ചോളേ, അത് വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ടി സിസ്റ്റം എക്സിസ്റ്റ് ഇൻ ഇന്ത്യ? മകളെ, ഇന്ത്യക്ക് പാർട്ടി സിസ്റ്റം ഏതാണ്? നമുക്കറിയാലോ, മൾട്ടി പാർട്ടി സിസ്റ്റം ആണ്. മൾട്ടി പാർട്ടി സിസ്റ്റം ആണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മൾട്ടി പാർട്ടി സിസ്റ്റത്തിന് എക്സാമ്പിൾ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ. മൾട്ടി പാർട്ടി സിസ്റ്റം ഓർത്ത് വെച്ചോ, മൾട്ടി പാർട്ടി സിസ്റ്റം ഏത് സിസ്റ്റമാണ്? മൾട്ടി പാർട്ടി സിസ്റ്റം. മൾട്ടി പാർട്ടി സിസ്റ്റം മൾട്ടി പാർട്ടി സിസ്റ്റം ഇതുപോലെ തന്നെ വേൾഡിനകത്ത് ഇതുപോലെ ഫോളോ ചെയ്യുന്ന, മൾട്ടി പാർട്ടി സിസ്റ്റം വേൾഡിനകത്ത് ഫോളോ ചെയ്യുന്ന നാഷൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മകളെ, അതിൽ ആര് തന്നെയാണ്? നമ്മുടെ ഇന്ത്യ തന്നെയാണ്. പഠിച്ചു വെച്ചോളൂ കേട്ടോ, പഠിച്ചു വെച്ചോളേ. അപ്പോൾ ഓർത്ത് വെച്ചോ,
വൺ പാർട്ടി, ടു പാർട്ടി, മൾട്ടി പാർട്ടി സിസ്റ്റം. റെഡി. ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് എ മൾട്ടി പാർട്ടി സിസ്റ്റം? മകളെ, മൾട്ടി പാർട്ടി സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ കാണാൻ പറ്റും. അത് വൺ വേർഡ് മാത്രമല്ല, അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2 മാർക്സിനൊക്കെ എന്ത് ചെയ്യും വരും. 2 പാർട്ടി സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസ് ആണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ ചോദിച്ചു കേട്ടോ. ഓർത്ത് വെച്ചോ. സോറി, മൾട്ടി പാർട്ടി സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസ് ആണ് ചോദിച്ചത്. എന്തൊക്കെയാണ് മൾട്ടി പാർട്ടി സിസ്റ്റം? ഇറ്റ് പ്രൊവൈഡ് മോർ ചോയ്സസ് ടു വോട്ടേഴ്സ് ആൻഡ് പ്രസന്റ് ഡിഫറെന്റ് ഇൻട്രസ്റ്റ്. അല്ലേ? അപ്പോൾ നോക്കിയാൽ മതി, ഈ വോട്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് ചോയ്സസിനുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ മൾട്ടി പാർട്ടി സിസ്റ്റം. ഏത് വേണമെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എന്താണ്, ഡിഫറെന്റ് ഇൻട്രസ്റ്റും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അല്ലേ? മൾട്ടി പാർട്ടി സിസ്റ്റം റെപ്രസെന്റ് ഡിഫറെന്റ് ഇൻട്രസ്റ്റ് എന്നുള്ളത് ഓർത്ത് വെച്ചു കേട്ടോ. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് വൺ. ഓക്കെ, ഓർത്ത് വെച്ചോ. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. റെഡി. ഇനി നെക്സ്റ്റ് വൺ മക്കളെ, അടുത്ത പ്രധാനപ്പെട്ടത് നിങ്ങൾ നോക്കിക്കോ. നെക്സ്റ്റ് വൺ നോക്കിയോ. ഔട്ട്കംസ് ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന ചാപ്റ്ററുമായി റിലേറ്റഡ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ നിങ്ങൾ നോക്ക്. അവിടെ കൊടുക്കുന്നുണ്ട്, ഡെമോക്രസി ഈസ് എക്സ്പെക്റ്റഡ് ടു പ്രൊഡ്യൂസ് എ ഗവൺമെന്റ് ദാറ്റ് ഈസ് അക്കൗണ്ടബിൾ, റെസ്പോൺസീവ് ആൻഡ് ലെജിറ്റിമേറ്റ്. ഇൻ എ ഡെമോക്രസി പീപ്പിൾ elect their representative through a free and fair elections. If the government does not perform well, people can change it in the next election. This make democratic government more accountable to the people. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, പ്രധാനമായിട്ടും ഈ പറയുന്ന നമ്മൾ പഠിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഔട്ട്കംസ് ഓഫ് ഡെമോക്രസിക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻസ് ആണ് കാണുന്നത്. സോ അതിലെ ഓരോ ക്വസ്റ്റ്യൻ നോക്കുക മക്കളെ. വാട്ട് കൈൻഡ് ഓഫ് ഗവൺമെന്റ് ഈസ് എക്സ്പെക്റ്റഡ് ഇൻ ഡെമോക്രസി? അപ്പോൾ മക്കൾ ശ്രദ്ധിക്കുക, ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിനകത്ത് നമ്മൾ ഇതുപോലെ തന്നെ ഗവൺമെന്റിനെ നമ്മൾ ചില എക്സ്പെക്ടേഷൻസ് നമ്മൾക്കുണ്ട്. അപ്പോൾ എങ്ങനെയുള്ള ഒരു ഗവൺമെന്റാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കുക മക്കളെ, ആൻ അക്കൗണ്ടബിൾ, റെസ്പോൺസീവ് ആൻഡ് ലെജിറ്റിമേറ്റ് ഗവൺമെന്റോ, അക്കൗണ്ടബിൾ, റെസ്പോൺസീവ്, അതുപോലെ തന്നെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റിനെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. റെഡി. അടുത്ത മക്കൾ നോക്കിയോ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡു പീപ്പിൾ ചൂസ് ദെയർ റെപ്രസെന്റേറ്റീവ്സ് ഇൻ ഡെമോക്രസി? ഈ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിനകത്ത് നമ്മുടെ പീപ്പിൾ എങ്ങനെയാണ് അവരുടെ റെപ്രസെന്റേറ്റീവ്സിനെ എലക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, എലക്ഷൻസ് ആണ്. ഏത് ഇലക്ഷൻ ആണ്? ത്രൂ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ കേട്ടോ. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, എലക്ട് ചെയ്യുന്നത്. ഓർത്ത് വെച്ചോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ആർ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് അക്കൗണ്ടബിൾ ടു ദ പീപ്പിൾ? അല്ലേ? അപ്പോൾ നമുക്കറിയാം, ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ പീപ്പിളുമായിട്ട് അക്കൗണ്ടബിൾ ആണ്. അതെന്തുകൊണ്ടാണ്? അതിന്റെ റീസൺ എന്താണ് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് റീസൺ എന്ന് നോക്കിയാൽ, ബിക്കോസ് പീപ്പിൾ ക്യാൻ ചേഞ്ച് ദ ഗവൺമെന്റ് ഇൻ ദ നെക്സ്റ്റ് ഇലക്ഷൻ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഈ ഒരു പ്രധാനപ്പെട്ട ഡെമോക്രാറ്റിക് നാഷനത്തിനകത്ത് അവിടുത്തെ പീപ്പിൾ ആരുമായിട്ട്, അതുപോലത്തെ ഗവൺമെന്റുമായിട്ട് അക്കൗണ്ടബിൾ ആണ്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പീപ്പിളിന് ഇതുപോലെ തന്നെ പറ്റാത്ത ആളുകളാണ് അവിടെ ഭരിക്കുന്നതെങ്കിൽ നെക്സ്റ്റ് എന്ത് ചെയ്യും, അവരെ അവിടെ നിന്ന് എന്ത് ചെയ്യും, പീപ്പിൾ മാറ്റും. അപ്പോൾ എപ്പോഴും ഇതേപോലെ തന്നെ എന്താണ്, ഗവൺമെന്റും പീപ്പിളും ഇതുപോലെ തന്നെ ഗവൺമെന്റ് ഇതുപോലെ തന്നെ പീപ്പിളിനോടൊക്കെ വളരെ അക്കൗണ്ടബിൾ ആയിട്ട് നിൽക്കേണ്ട ആൾക്കാർ തന്നെയാണ്. ഓർത്ത് വെച്ചോ. ഇനി അടുത്ത നോക്കിയോ, വാട്ട് ഈസ് മെന്റ് ബൈ ലെജിറ്റിമേറ്റ് ഗവൺമെന്റ്? അല്ലേ? ലെജിറ്റിമേറ്റ് ഗവൺമെന്റ് ഈസ് എന്താണ് നോക്ക്, എ ഗവൺമെന്റ് ആക്സെപ്റ്റഡ് ബൈ ദ പീപ്പിൾ ആസ് എ റൈറ്റ്ഫുൾ ആൻഡ് ലോഫുൾ. ഓക്കെ. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു പോർഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കാണാൻ വേണ്ടി പറ്റുന്നത്. ഇങ്ങനെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. റെഡി. ഇനി അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളെ അടുത്ത് നോക്കിയോ മക്കളെ, ജെൻഡർ, റിലീജിയൻ ആൻഡ് കാസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ. ആ ചാപ്റ്ററിനകത്ത് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്തായിരിക്കാം അത് നമുക്ക് നോക്കാം മക്കളെ. എല്ലാ ആൾക്കാരും നോക്കിക്കോളൂ. എല്ലാവരും പിടിച്ചോ. ഒരു ക്വസ്റ്റ്യൻ നോക്കുക മക്കളെ. ഇൻ മോസ്റ്റ് സൊസൈറ്റി there is a sexual division of labor where women mainly work inside the home while men work outside the earn income. Although women perform a lot of work, their contribution is often not valued. To fight discrimination and demand equal rights, women started feminist movement across the world. അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, മെയിനായിട്ട് നമ്മുടെ ഈ പറയുന്ന ജെൻഡർ ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ട ജെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അല്ലേ? ഇനി അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാണ്, ചോദിക്കുകയാണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെന്റ് ബൈ സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ? അല്ലേ? സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ മീൻസ് എന്താണ് നമുക്ക് നോക്കാം. വാട്ട് ഈസ് സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ? സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ മീൻസ് എ സിസ്റ്റം വിമൻ മെയിൻലി ഡു ഹൗസ് ഹോൾഡ് വർക്ക് ആൻഡ് മെൻ വർക്ക് ഔട്ട്സൈഡ് ഫോർ ഇൻകം. അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതാണ്, ഈ പറയുന്ന വിമൻ ഹൗസ് ഹോൾഡ് വർക്ക് ചെയ്യുക, അതേപോലെ തന്നെ മെൻ ഇതുപോലെ തന്നെ ഈ ഇൻകത്തിന് വേണ്ടി ഔട്ട്സൈഡ് വർക്ക് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് ഏത് മക്കളെ, ഈ പറയുന്ന സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോളെ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, വൈ ഡിഡ് ഫെമിനിസ്റ്റ് മൂവ്മെന്റ് ബിഗിൻ? അല്ലേ? ഫെമിനിസ്റ്റ് മൂവ്മെന്റ്സ് ഇതുപോലെ തന്നെ ബിഗിൻ ചെയ്യാനുള്ളത് എന്തുകൊണ്ടാണ്? അപ്പോൾ നോക്ക്, ടു ഫൈറ്റ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡിമാൻഡ് ഈക്വൽ റൈറ്റ്സ് ഫോർ വിമൻ. അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ജെൻഡർ ഡിസ്ക്രിമിനേഷൻസിനെതിരെ ഫൈറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഈ വിമൻസിന് വേണ്ട ഈക്വൽ റൈറ്റ്സിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ മെയിനായിട്ട് എന്താണ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫെമിനിസ്റ്റ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ, വൈ ഈസ് വിമൻ വർക്ക് ഓഫൺ നോട്ട് വാല്യൂഡ്? അല്ലേ? അപ്പോൾ നമുക്കറിയാം, വിമൻ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്, പക്ഷെ അവർ ചെയ്യുന്ന വർക്കൊന്നും എവിടെ എന്ത് ചെയ്യുന്നില്ല,
ചെയ്യുന്നില്ല, വാല്യൂ ചെയ്യുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിക്കോസ് ഹൗസ് ഹോൾഡ് വർക്ക് ഈസ് നോട്ട് കൺസിഡേർഡ് പെയ്ഡ് വർക്ക്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഇതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് വർക്ക് ഒരു പെയ്ഡ് വർക്കായിട്ട് നമ്മൾ സൊസൈറ്റി എന്ത് ചെയ്യുന്നില്ല, അത് കാണുന്നില്ല. അത് തന്നെയാണ് എന്ത് ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്ക്. വാട്ട് ഈസ് ദ ഡിമാൻഡ് ഓഫ് ഫെമിനിസ്റ്റ് മൂവ്മെന്റ്? ഫെമിനിസ്റ്റ് മൂവ്മെന്റിന്റെ ഡിമാൻഡ് എന്താണ്? ഇക്വാലിറ്റി തന്നെയാണ്. ആരുടെ ഇക്വാലിറ്റി നോക്കളെ? ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഫോർ വിമൻ അല്ലേ? ഈ വിമന്റെ ഈക്വൽ റൈറ്റ്സ് അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് തന്നെയാണ് ഇതുപോലെ തന്നെ എന്ത് ഈ പറയുന്ന ഫെമിനിസ്റ്റ് മൂവ്മെന്റിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് എയിം ഓഫ് ഫെമിനിസ്റ്റ് മൂവ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഫോർ വിമൻ കേട്ടോ. അപ്പോൾ വിമന് ഈക്വൽ റൈറ്റ്സും ഓപ്പർച്യൂണിറ്റീസും പ്രൊവൈഡ് ചെയ്യുക, അത് തന്നെയാണ് അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് കേട്ടോ. ഓർത്ത് വെച്ചോളണേ കേട്ടോ. യെസ്, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും വരും. ഇനി അങ്ങനെയാണെങ്കിൽ മക്കൾസ് ഒരു അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിലീജിയൻ്റെ ഭാഗത്തു നിന്നാണ്. ഈ പറയുന്ന ഈ ഒരു ചാപ്റ്ററിലെ റിലീജിയൻ റിലേറ്റഡ് ഉള്ള ഭാഗം കേട്ടോ. റിലീജിയൻ ക്യാൻ ഇൻഫ്ലുവൻസ് പൊളിറ്റിക്സ് ഇൻ മെനി വേസ്. ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി ദ ഗവൺമെന്റ് ഷുഡ് ട്രീറ്റ് ഓൾ റിലീജിയൻസ് ഈക്വലി. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അലോ പീപ്പിൾ ടു ഫോളോ എനി റിലീജിയൻ ഡസ് നോട്ട് ഫേവർ എനി പെർട്ടിക്കുലർ റിലീജിയൻ. ദിസ് പ്രിൻസിപ്പിൾ ഈസ് നോൺ ആസ് സെക്യുലറിസം. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, നമ്മുടെ റിലീജിയൻ റിലേറ്റഡ് ആയിട്ടുള്ള അതിനകത്തെ സെക്യുലറിസം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പോൾ നോക്ക്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡസ് സെക്യുലറിസം മീൻസ്? സെക്യുലറിസം മീൻസ് എന്താണ്? നോക്കൂ മക്കളെ, ദ ഗവൺമെന്റ് ട്രീറ്റ്സ് ഓൾ റിലീജിയൻസ് ഈക്വലി. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, നമ്മുടെ ഒരു നാഷൻസിനകത്ത് എല്ലാ റിലീജിയനെയും ഒരേപോലെ ഗവൺമെന്റ് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു സിസ്റ്റമാണ് സെക്യുലറിസം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്ക്. വാട്ട് റൈറ്റ് ഡു പീപ്പിൾ ഹാവ് റിഗാർഡിംഗ് റിലീജിയൻ ഇൻ ഇന്ത്യ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നോക്കാം. അപ്പോൾ നോക്ക്, ദ റൈറ്റ് ടു ഫോളോ എനി റിലീജിയൻ അല്ലേ? അപ്പോൾ ഇന്ത്യക്കകത്തുള്ള കോൺസ്റ്റിറ്റ്യൂഷൻസിനകത്ത് ഇപ്പോൾ റിലീജിയൻ ഫോളോ ചെയ്യാനുള്ള റൈറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ നോക്ക്. വൈ ഷുഡ് റിലീജിയൻ നോട്ട് ഡോമിനേറ്റ് പൊളിറ്റിക്സ് അല്ലേ? പൊളിറ്റിക്സിനകത്ത് റിലീജിയൻ ഡൊമിനേറ്റ് ചെയ്യാൻ തന്നെ ഇറ്റ് മേ ക്രിയേറ്റ് കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ അല്ലേ? അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ കോൺഫ്ലിക്റ്റുകൾ ഡിസ്ക്രിമിനേഷൻസ് എന്ത് ചെയ്യും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി വിച്ച് ഡോക്യുമെന്റ് എൻഷുർ റിലീജിയസ് ഫ്രീഡം ഇൻ ഇന്ത്യ? അപ്പോൾ നോക്ക് മക്കളെ, ഏത് ഇതിലാണ്? അത് നമുക്കറിയാം, കോൺസ്റ്റിറ്റ്യൂഷൻ. ഓഫ് കോഴ്സ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻസിനകത്താണ് റിലീജിയസ് ആയിട്ടുള്ള ഫ്രീഡം ഒക്കെ നീങ്ങുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇത്രയാണുള്ളത്. സോ മക്കൾ ഓർത്ത് വെച്ചോ, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പ്രധാനപ്പെട്ട, നിങ്ങൾക്ക് ഏറ്റവും മെയിനായിട്ട് മനസ്സിലാവും, ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഈ ഒരു പൊളിറ്റിക്സിലെ കേസ് സ്റ്റഡിയുമായി റിലേറ്റഡ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോ, ഇതുപോലെ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യും വരും. നമുക്ക് കുറഞ്ഞ ടൈം കൂടിയേ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒറ്റ കാര്യം കൂടി നോക്കണം മക്കളെ, 10th കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഒരുപാട് ചാൻസസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാച്ച് ഉണ്ടല്ലോ, അതാണ് അഗ്നി ബാച്ച്. അപ്പോൾ നിങ്ങൾ സയൻസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യാം, അഗ്നി ബാച്ചിനകത്ത് ജോയിൻ ചെയ്യാം. ഇപ്പോൾ തന്നെ ഓൾറെഡി അഡ്മിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ മറക്കണ്ട, 9995400800 എന്ന് പറയുന്ന നമ്പർ കോൺടാക്ട് ചെയ്തോ. അടുത്ത വർഷം അഗ്നിയുടെ ഭാഗമായി മാറിക്കോ. സോ മക്കളെ, ഇന്നത്തെ ലൈവിൽ കാണാം. ഓൾ ദി ബെസ്റ്റ് എവരിവൺ, ഓൾ ദി ബെസ്റ്റ്. Bye, 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 Makals.